അതിനൊക്കെ കോസ്റ്റും ഉണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷന് അവരുടെ സക്സസ്സിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് വേണ്ടി വരും, പുതിയ പുതിയ ഡാറ്റാ സെൻറ്റർ വെക്കേണ്ടി വരും അല്ലേ? ആണോ? അപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മീൻസ് കുറച്ച് ആൾക്കാരായിരിക്കും അതിനെക്കുറിച്ച് അറിയുക. അവരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് പിന്നെയും കൂടുതൽ ആൾക്കാർ അറിയും. അങ്ങനെ ആൾക്കാരുടെ എണ്ണം, കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡാറ്റാസും കൂടും അല്ലേ? ഡാറ്റാസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് ഡാറ്റാ സെൻറ്റേഴ്സും കൂടും അല്ലേ? ഇപ്പോൾ നമ്പർ ഓഫ് ഡാറ്റാ സെൻറ്റേഴ്സ് കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് കോസ്റ്റ് അതിലധികം ആവും അല്ലേ? കാരണം ഈ എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപോലെ നമ്മുടെ ഈ ഒരു ബിസിനസ് ആക്സസ് ചെയ്യണമെങ്കിൽ, അതിപ്പോൾ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, ഒരുപോലെ ഒരു കുഴപ്പമില്ലാതെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ആ കമ്പ്യൂട്ടിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ. ഓക്കെ, അപ്പം ആ സമയത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ ഈ ഒരു മാനേജിങ്ങും ഒക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ വരുത്തുന്നതാണ് വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, അപ്പം വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് യൂസറിന് ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു, കറക്റ്റ് ടൈമിൽ തന്നെ നടക്കും. മീൻസ് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഒരു ഡിലേ ഉണ്ടാവില്ല. ഓക്കെ, so it is a technique of abstracting physical resources such as compute, storage, and network and making them appear as logical resources. Okay, so it enables pooling of physical resources and providing an aggregated view of the physical resource capability. Okay, നമ്മൾ ഒ എസിലൊക്കെ മെമ്മറി പഠിച്ചിട്ടുണ്ട്, മെമ്മറി വെർച്വലൈസേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ? ആണോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, സോ ഓരോ ടൈപ്പ് വെർച്വലൈസേഷൻ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ വെർച്വലൈസേഷൻ, ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ, കമ്പ്യൂട്ട് വെർച്വലൈസേഷൻ, അതൊക്കെ നമ്മൾ ഇപ്പം തന്നെ കാണും. ഓക്കെ, ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്തായിരുന്നു സംഭവം? നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ നമ്പർ ഓഫ് ഡാറ്റാ സെൻറ്റേഴ്സ് കൂട്ടുന്നതിനെക്കാട്ടും ഇപ്പോൾ നമ്മളൊരു നമ്പർ ഓഫ് ഡാറ്റാ സെൻറ്റേഴ്സ് കൂട്ടുന്നുണ്ട്, നമ്പർ ഓഫ് സെർവേഴ്സ് കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു സെർവർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ അതിൻ്റെ കോസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആവുന്ന സമയത്ത് എങ്ങനെയാണ്, നമ്മൾ അവിടെ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് സെർവേഴ്സിനെ ആഡ് ചെയ്യാം, സെർവേഴ്സിനെ റിമൂവ് ചെയ്യാം അല്ലേ? നമ്മൾ യൂസ് ചെയ്തതിനുള്ള കോസ്റ്റ് മാത്രമേ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ചും കൂടി സ്മൂത്താണ് കാര്യങ്ങൾ. ആണോ? അല്ലേ? ഹലോ, ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അപ്പോൾ ഓരോ ഹോസ്പിറ്റലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓരോ പേഷ്യൻസിനൊരു എന്താ അവരുടെ ഡീറ്റെയിൽസ്, ഓരോ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ്, അവർക്ക് സ്പെസിഫൈ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്, അതൊക്കെ സെക്യൂർ ചെയ്യാം അല്ലേ? ഇപ്പോൾ ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്, ഇപ്പോൾ വല്ല ഓൺലൈൻ ഗെയിംസിൻ്റെ കാര്യമാണെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്തിട്ട് തന്നെ അറ്റ് എ ടൈം മില്യൺസ് ഓഫ് യൂസേഴ്സിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലേ? ആണോ? ഹലോ, ഓക്കെ, സോ cloud computing, it enables individuals or businesses to use IT resources as a service over the network. It provides highly scalable and flexible computing that enables provisioning of resources on demand. Users can scale up or scale down the demand of computing resources, including the storage capacity, with minimal management effort or service provider interactions. It empowers self-service requesting through a fully automated request fulfillment process, enables consumption-based metering. Therefore, consumers can pay only for the resource they use, such as CPU hours used, amount of data transferred, and gigabytes of data stored.
usually built upon virtualized data center which provides resource pooling and rapid provisioning of resources. Okay. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് സിലബസിലെ ഡാറ്റ സെന്റർ എൻവയോൺമെന്റ് ആണ്. ഓക്കെ. നമ്മൾ ഡാറ്റ സെന്റർ കോർ എലമെന്റ്സ് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? കോർ എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? ഹലോ, ആപ്ലിക്കേഷൻ, പിന്നെ DBMS, പിന്നെ നെറ്റ്വർക്ക്, രണ്ടെണ്ണം കൂടി എന്തൊക്കെയായിരുന്നു? സെർവർ ആൻഡ് OS, സ്റ്റോറേജ് അറേ. ഓക്കെ. ഓക്കെ, അപ്പോൾ അതിൽ ഡാറ്റ സെൻറ്റർ എൻവയോൺമെൻറ്റ് കീ കമ്പോണൻസ് വന്നിട്ട് ആപ്ലിക്കേഷൻ, DBMS, കമ്പ്യൂട്ട് ഓർ ഹോസ്റ്റ്. ഓക്കെ, നമ്മുടെ സെർവർ OS എന്ന് പറയുന്നത് തന്നെ ഹോസ്റ്റ്. ഓക്കെ, ആപ്ലിക്കേഷൻ നമുക്കറിയാം കമ്പ്യൂട്ടർ പ്രോഗ്രാം. A computer program that provides the logic for computing operations. The application sends requests to the underlying operating system to perform read or write operation on the storage devices. നമ്മളതൊരു എക്സാമ്പിളിലൂടെ കണ്ടതാണ്. Application can be layered on the database which in turn uses the OS service to perform read or write operations on the storage devices. സെയിം കാര്യം തന്നെയാണ്. ഓക്കെ. ദെൻ DBMS എന്തിനാണ്? ഹലോ, ഫോർ സ്റ്റോറിങ് ഡാറ്റ. എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻ റോസ് ആൻഡ് കോളംസ്, ഒരു സ്ട്രക്ചേർഡ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഹോസ്റ്റ് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്. ഓക്കെ. Okay, then applications deployed in a data center environment are commonly categorized as business applications, infrastructure management applications, data protection applications, and security applications. Example, email, ERP, DSS, backup, etc. Okay. ഇനിയാണ് ആപ്ലിക്കേഷൻ വെർച്വലൈസേഷൻ. ഓക്കെ, എന്തായിരിക്കും ഒരു ആപ്ലിക്കേഷൻ വെർച്വലൈസേഷൻ എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക? സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക? നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും, അല്ലേ? ആണോ? ഹലോ, ഓക്കെ. സോ സാധാരണ രീതിയിൽ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുക ജസ്റ്റ് നമ്മുടെ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ, ഒരു ലോക്കൽ OSൻ്റെ ബേസിൽ യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും, അതിന് ഇൻസ്റ്റാൾ ചെയ്യും, അല്ലേ? അതിൻ്റെ അപ്ഡേറ്റ്സ്, അതിൻ്റെ വേർഷൻസ് ഒക്കെ. ഓക്കെ. അപ്പം ഒരു കമ്പനിയിൽ വരുന്ന സമയത്ത് ഒരു കമ്പനി എന്തൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ആ കമ്പനിയുള്ള എല്ലാ സിസ്റ്റത്തിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അല്ലേ? അതുപോലെ തന്നെ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അത് എത്ര സിസ്റ്റം ഉണ്ടോ അതിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പ്രോസസ്സ്, അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ഒരു റിമോട്ട് സെർവറിലായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു ആപ്ലിക്കേഷൻ
ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ആ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ആ റിമോട്ട് സെർവറിലാണ് എന്ത് വരുന്നത്, ആ ഒരു പ്രോഗ്രാം ഡിസ്കിൽ നിന്ന് റാമിലേക്ക് പോയി സി പി യു പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ എവിടെ കിട്ടും? നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് ഫുള്ള് ഒരു റിമോട്ട് സെർവറിലാണെങ്കിലും അതിൻ്റെ വ്യൂ നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടും അല്ലേ? ആണോ? ഹലോ. ഓക്കെ, അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു റിമോട്ട് സെർവറിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് അത് ആ ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, എല്ലാ സിസ്റ്റത്തിലും കയറി അത് ഇൻസ്റ്റാൾ ചെയ്യേ വേർഷൻസ് ഏതാണെന്നുള്ളത് നോക്കിയേ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പം നമുക്ക് എത്ര സിസ്റ്റത്തിൽ വേണോ അതിനനുസരിച്ചിട്ട് അത്ര നമ്പർ ഓഫ് മീൻസ് അത് സപ്പോർട്ട് ചെയ്യണം, എത്ര സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യണോ അത്ര നമ്പർ ഓഫ് സെർവേഴ്സിന് നമ്മൾ കറക്റ്റായിട്ട് വേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഫെസിലിറ്റിയും നല്ലൊരു നെറ്റ്വർക്ക് ഫെസിലിറ്റിയും വേണ്ടി വരും അല്ലേ? ഓക്കെ, ആപ്ലിക്കേഷൻ വിർച്വലൈസേഷൻ കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ഹലോ. ഓക്കെ, അപ്പം യൂസേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിൽ ലോക്കലി നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി യൂസേഴ്സിന് ആ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, so technique of presenting an application to an end user without any installation, integration or dependencies on the underlying computing platform. It breaks the dependency between the application and the underlying platform, that is OS and hardware. It encapsulates the application and the required OS resources within a virtualized container. This technology provides the ability to deploy applications without making any change to the underlying OS, file system, or registry of the computing platform on which they are deployed. Okay, then next, memory virtualization. ഓൾറെഡി ഒ എസിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്തായിരുന്നു? എന്തായിരുന്നു സംഭവം? ഹലോ. എന്തായിരുന്നു മെമ്മറി വെർച്വലൈസേഷൻ? എന്തായിരിക്കും? എടാ, മെമ്മറി വെർച്വലൈസേഷൻ എന്തായിരിക്കും? സെയിം തിങ്. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു മെമ്മറിക്കാട്ടും കൂടുതൽ മെമ്മറി ഉണ്ടെന്ന് തോന്നിക്കും യൂസറിന്. എത്ര വലിയ പ്രോഗ്രാം വേണമെങ്കിലും നമുക്കതിൽ റൺ ചെയ്യാമെന്ന്, അങ്ങനൊരു ഇല്യൂഷൻ അല്ലേ? ആണോ? ഹലോ, നിങ്ങളെന്താ റെസ്പോണ്ട് ചെയ്യാത്തപ്പാ? ഹലോ, പറയണ. മെമ്മറി വെർച്വലൈസേഷൻ അറിയാവുന്ന കാര്യമല്ലേ? എന്താ ഒരു യൂസറിനുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും?
പറയുന്ന മനസ്സിലാവുന്നില്ലേ? ഉണ്ടോ? അപ്പോൾ മെമ്മറി വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് യൂസറിന് എന്തായിരിക്കും എക്സ്പീരിയൻസ് ആവുക? ഒരുപാട് മെമ്മറി ഉണ്ട് ഈ സിസ്റ്റത്തിന് എന്നുള്ളൊരു രീതിയിലായിരിക്കും യൂസറിന് എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷേ ശരിക്കും ആ സിസ്റ്റത്തിന് അത്രയും മെമ്മറി ഉണ്ടാവുമോ? ഇല്ല. അല്ലേ? ആണോ? ഓക്കെ. സോ virtualizes RAM of host, enables multiple applications and processors whose aggregate memory requirement is greater than the available physical memory to run on a host without impacting each other. Okay, VMM space by VMM on disk. ഈ സ്വാപ്പ് ഇൻ സ്വാപ്പ് ഔട്ട് ഇതൊക്കെ നമ്മൾ OSൽ നന്നായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. Logical volume managers. The evolution of logical volume managers enabled dynamic extension of file system capacity and efficient storage management. LVM is software that runs on the compute system and manages logical and physical storage. LVM is an intermediate layer between the file system and the physical disk. It can partition a larger capacity disk into virtual, smaller capacity volumes, provides optimizes storage access, and simplifies storage resource management. It hides detail about the physical disk and the location of data on the disk. It enables administrators to change the storage allocations even when the application is running. Okay, next, compute virtualization. കമ്പ്യൂട്ടർ വെർച്വലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓരോ വെർച്വൽ മെഷീൻസ് വരികയാണ്. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് എത്ര വെർച്വൽ മെഷീൻസ് വേണമെങ്കിലും എടുക്കാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു വെർച്വൽ മെഷീൻസ് എന്ന് പറയുന്ന സമയത്ത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർവൈസർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു വെർച്വലൈസേഷനൊക്കെ ഇനാബിൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എത്ര VMs വെർച്വൽ മെഷീൻസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഓരോ വെർച്വൽ മെഷീൻസിലും നമുക്ക് OS ഡിഫറെൻ്റ് ആയിട്ടും റൺ ചെയ്യാം. ഇപ്പോൾ VM1 വിൻഡോസ് ആണെങ്കിൽ VM2 നമുക്ക് ലിനക്സ് വെച്ച് ചെയ്യാം. ഓക്കെ, ഹലോ, ഓക്കെ. സോ compute virtualization, technique of masking or abstracting the physical hardware from the operating system. It enables multiple operating systems to run concurrently on a single or clustered physical machines. Enables creating portable virtual compute system called virtual machines. Each VM runs an operating system and application instance in an isolated manner, achieved by a virtualization layer that resides between the hardware and virtual machines. This layer is also called the hypervisor. The hypervisor provides hardware resources such as CPU, memory, and network to all the virtual machines. Okay. നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വെർച്വലൈസേഷൻ പറഞ്ഞു ഒരു റിമോട്ട് സെർവറിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഇരിക്കുന്നത്. അത് എത്ര യൂസേഴ്സിന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, പ്രോപ്പർ നെറ്റ്വർക്ക് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം അത് ചില സമയത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ഈ ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷൻ വന്നിട്ടുള്ളത്. അവിടെയും ഈ വെർച്വൽ മെഷീൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ വെർച്വൽ മെഷീൻസിനും അതിന് ഈ OS, CPU, ഡിസ്ക് ഉണ്ട്. ആ വെർച്വൽ മെഷീൻസിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യും. വ്യൂ കിട്ടുന്നത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഡെസ്ക്ടോപ്പിൽ. ഓക്കെ, മനസ്സിലായോ? ഹലോ, ഡെസ്ക്ടോപ്പ് വിർച്വലൈസേഷൻ മനസ്സിലായോ? ഓക്കെ, so technology which enables detachment of the user state, the OS and the application from
endpoint devices. It breaks the dependency between the hardware and its OS, applications, user profiles, and settings. Enables organization to host and centrally manage desktop. That is, desktop runs as VM within the data center and accessed over a network. Okay. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സിബിലിറ്റി ഓഫ് ആക്സസ് ഡ്യൂ ടു enablement of thin clients, improved data security, simplified data backup and PC maintenance. Since desktop runs as VMs within an organization's data center, it reduces the risk of data leakage and theft. Okay. അപ്പം ഈ വെർച്വലൈസേഷൻ്റെ കമ്പാരിസൺസ് ചോദിക്കാം. ഓക്കെ. ഹലോ. ആപ്ലിക്കേഷൻ വെർച്വലൈസേഷനും ഡെസ്ക്ടോപ്പ് വെർച്വലൈസേഷനും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാം. ഓക്കെ. അങ്ങനെ ഏതിൻ്റെയും വേണമെങ്കിലും കമ്പാരിസൺസ് ചോദിക്കാം. അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അങ്ങനത്തെ കമ്പാരിസൺ നോക്കട്ടെ. ഓക്കെ. കമ്പ്യൂട്ടർ വെർച്വലൈസേഷനെ കുറിച്ചിട്ട് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. വെർച്വലൈസേഷൻ ആൻഡ് ക്ലൗഡ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ലാസ്റ്റ് ടോപ്പിക് കണക്ടിവിറ്റിയാണ്. ഓക്കെ. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ. ഓക്കെ. എല്ലാവർക്കും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പോൾ അറ്റൻഡൻസ് എടുക്കട്ടെ. അഭിലാഷ്, അഭിലാഷ്. ഓക്കെ. അഭിനവ്, അൻസബ്, അൻസബ് ആദ്യമായിട്ടല്ലേ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? അനുശ്രീ, അർജുൻ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫബിന, ഫജ, ജാസിം, ഓക്കെ. മിഥിലാജ്, മൃദുല, ജാസിൽ, രമേശ്, ശരത്, ഓക്കെ. സർഗ, ഓക്കെ. ഷബ്ന, ഓക്കെ. സൗരഭ്, ശ്രീരാജ്,
Okay. Subin. Okay. Vishnu P. Okay. Amrita Didina. Ashwadi. Okay. Harita. Amal. Okay. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ആകെ രണ്ട് ടോപ്പിക്സേ ഉള്ളൂ, കണക്ടിവിറ്റി ആൻഡ് ഡിസ്ക് ഡ്രൈവ് ഇൻ്റർഫേസസ്. ഓക്കെ, അതും കൂടി കഴിഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ കഴിയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ. ഞങ്ങൾ മൈക്കിലൂടെ പറയുന്ന മീൻസ് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. കമൻ്റ് ചെയ്തേക്കെ ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് കണക്ടിവിറ്റി ആണ്. എന്തിനായിരിക്കും കണക്ടിവിറ്റി യൂസ് ചെയ്യുന്നുണ്ടാവുക? എന്തായിരിക്കും ഈ കണക്ടിവിറ്റി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? നെറ്റ്വർക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കണക്ടിങ്. എന്ത് കണക്ട് ചെയ്യാനായിരിക്കും? ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഹോസ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കണക്റ്റിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് refers to the interconnection between host or between a host and peripheral devices such as printers or storage devices. Connectivity and communication between host and storage are enabled using physical components and interface protocols. Okay, അപ്പോൾ physical components എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ എലമെൻറ്റ്സ് ദാറ്റ് കണക്ട് ദ ഹോസ്റ്റ് ടു സ്റ്റോറേജ്. എന്തൊക്കെ ഹാർഡ്വെയർ എലമെൻറ്റ്സ് ഉണ്ട്? ഹലോ, ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഹാർഡ്വെയർ എലമെൻറ്റ്സ് ഉണ്ടാവും? കേബിൾ വേണ്ടേ? പിന്നെ കേബിൾ മാത്രം മതിയാ? ഹലോ. So, hardware elements. Three physical components of connectivity between the host and storage are host interface device, port, and cable. കുഴപ്പമൊന്നുമില്ലല്ലോ? അറിയാവുന്ന കാര്യമല്ലേ? ഹലോ. ശരിക്കും ഫസ്റ്റ് മോഡ്യൂൾ ഇത്ര വരെ സിമ്പിളായിട്ട് തന്നെയല്ലേ തോന്നുന്നത് നിങ്ങൾക്ക്? വലിയ പ്രശ്നമില്ലല്ലോ? ഓക്കെ, സോ ഫിസിക്കൽ കമ്പോണൻസിൽ ഇതേ വരുന്നുള്ളൂ. അല്ല, ഹോസ്റ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഹോസ്റ്റ് അഡാപ്റ്റർ, ഹോസ്റ്റ് ഇൻ്റർഫേസ് ഡിവൈസ് അല്ലെങ്കിൽ ഹോസ്റ്റ് അഡാപ്റ്റർ എന്താ ചെയ്യുന്നത്? കണക്ട്സ് എ ഹോസ്റ്റ് ടു അതർ ഹോസ്റ്റ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ളതാണ് HBA ആൻഡ് NIC, ഹോസ്റ്റ് ബസ് അഡാപ്റ്റർ ആൻഡ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഓക്കെ, പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്ലെറ്റ് അല്ലേ? എ സ്പെഷ്യലൈസ്ഡ് ഔട്ട്ലെറ്റ് that enables connectivity between the host and external devices. An HBA may contain one or more ports to connect the host to the storage device.
കുഴപ്പമില്ലല്ലോ? ഓക്കെ, ദെൻ കേബിൾ എന്താണ്? കണക്ഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കണക്ട്സ് ഹോസ്റ്റ് ടു ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഡിവൈസസ് യൂസിങ് കോപ്പർ ഓർ ഫൈബർ ഓപ്റ്റിക് മീഡിയ. ഓക്കെ. പ്രോട്ടോകോൾസ്, അത് നമ്മുടെ ഇപ്പോൾ ഫിസിക്കൽ കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി സോഫ്റ്റ്വെയർ കമ്പോണൻസ്, അതാണ് നമ്മുടെ പ്രോട്ടോകോൾസ് വന്നിട്ടുള്ളത്. അതിപ്പോൾ വേണ്ട, അടുത്ത ക്ലാസ്സിൽ. ഓക്കെ. അപ്പോൾ ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, എല്ലാം സിമ്പിളാണ്.